നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം എന്റെ നാടാണ്, തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന സന്ദേശമാണ് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്പമംഗലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി. ചേർപ്പ് മേഖലയിൽ വ്യാപക മോഷണം. വിശദമായ വാർത്തകളിലേക്ക്. കേരളം എന്റെ നാടാണ്, തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന സന്ദേശമാണ് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മാബി കോളേജിൽ നടന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾ ഒന്നിച്ച കേരളം നേരിടുന്ന പ്രശ്നത്തെ കാണണം, പിന്തുണ നൽകണം. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഒന്നിനും നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാനാകില്ല. ഏതു തരത്തിലുള്ള കുൽസിത പ്രവൃത്തി ഉണ്ടായാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമ്മുടെ നാട് കാലികമാകുന്നതിനു വേണ്ടിയാണ് ഇതെല്ലാം. ഓരോ മേഖലയിലും ഓരോ രംഗത്തും നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല, അത് നാടിനു വേണ്ടിയാണ്. നവകേരളത്തെ ലോകത്തിലെ വികസിത മധ്യവരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നാം മുന്നേറുകയാണ്. തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾക്കായി. ആഭ്യന്തര വരുമാനവും പ്രതിശീർഷ വരുമാനവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായി. നമ്മുടെ തന്നെ പ്രവർത്തികളിലൂടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനായെങ്കിലും വിഷമിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ നിസ്സഹകരണമാണ്. നമ്മുടെ നാടിനോട് പ്രത്യേക പകയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേത്. അതിനോട് പ്രതികരിക്കാൻ കേരളത്തിൽ നിന്നുള്ള 18 പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ പോലും തയ്യാറായില്ല. ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ല. നവകേരള സദസ്സിലെ 10,000-കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കണ്ടപ്പോൾ ഇതിന് മാറ്റമുണ്ടായി. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജനാവലിയാണ് ഓരോ നവകേരള സദസ്സിലും എത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഇനിയും ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ജനാവലി ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ നാട്, അതിന്റെ ഭാവി ഭദ്രമായിരിക്കും എന്ന് ഉറപ്പാണ് ഈ സദസ്സ് നൽകുന്നത്. ഒരുമയോടെ ഐക്യത്തോടെയുള്ള ഒരു നാടിനെ ഒന്നിനും പിന്നോട്ടടിക്കാനാകില്ല. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാനാണ് നവകേരള സദസ്സ് ലക്ഷ്യമിട്ടത്. എന്നാൽ ജനങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധമുള്ളവരാണെന്നാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന 10,000ങ്ങൾ കാണിച്ചു തരുന്നത്. നവകേരള സദസ്സ് പ്രഖ്യാപിച്ചപ്പോൾ ബഹിഷ്കരിക്കുമെന്നാണ് UDF പ്രഖ്യാപിച്ചത്. എന്തിനാണ് ബഹിഷ്കരണം എന്ന് അവർക്ക് പോലും അറിയില്ല. എന്നാൽ എല്ലാ സദസ്സിലും എല്ലാ അഭിപ്രായക്കാരും വരികയാണ്. ഒരു കക്ഷി മതഭേദവും ബാധിച്ചിട്ടില്ല. എന്റെ നാട് കൂടുതൽ നല്ല നിലയിൽ പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന്റെ തെളിവാണ് മഹാസംഗമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ മനസ്സും ഇവിടുത്തെ UDFന്റെ മനസ്സും ഒരേപോലെയായി. നശിക്കട്ടെ. ആര്? ഗവൺമെന്റ് അല്ലാലോ, LDF അല്ലാലോ. ആ മനോഭാവത്തിന്റെ ഭാഗമായി നശിക്കേണ്ടത് കേരളവും കേരളത്തിലെ ജനങ്ങളുമാണല്ലോ. അതാണല്ലോ കേന്ദ്രവും ഇവിടെ UDFും ആഗ്രഹിച്ചത്. നമുക്ക് നമ്മുടെ നാടിനെ നാശത്തിലേക്ക് വിടാൻ കഴിയുമായിരുന്നില്ല. അവിടെയാണ് കേരളത്തിലെ ജനങ്ങൾ ആകെ ഒരു മനുഷ്യനെ പോലെ ഉണർന്ന് പ്രവർത്തിച്ചത്. നല്ല ഒരുമയും ഐക്യവും ഈ നാടിനെ നേരിട്ട പ്രതിസന്ധികൾ അതിജീവിക്കാൻ ജനങ്ങൾ പ്രകടിപ്പിച്ചു. ആ ഘട്ടത്തിൽ UDF കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കാര്യത്തിലും ഒരു വിമർശനവും ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല, അവര് ഇവിടെ ദുരന്തഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ നാം ജീവനക്കാരുടെ അഭ്യർത്ഥനയാണ്, സർക്കാരിൻ്റെ അഭ്യർത്ഥന. അത് ഒരു മാസത്തെ ശമ്പളം വായ്പയായി നൽകുക. ഒന്നിച്ച് നൽകാൻ കഴിയുന്നവർ ഒന്നിച്ച് നൽകുക, അല്ലെങ്കിൽ ഗഡുക്കളായിട്ട് നൽകുക. എന്താ UDF ചെയ്തത്? അതിനെ എതിർത്തു.
ആരും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കേസിലും പോയി. പക്ഷേ ജീവനക്കാർ അതുമായി നല്ല രീതിയിൽ സഹകരിച്ചു. ET ടൈസ് മാസ്റ്റർ MLA സദസ്സിൽ അധ്യക്ഷനായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, K രാധാകൃഷ്ണൻ എന്നിവർ സദസ്സിൽ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS മോഹനൻ, KP രാജൻ, നിഷ അജിതൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PM അഹമ്മദ്, KS ജയ, സുഗത ശശിധരൻ, മഞ്ജുള അരുണൻ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ MM ജോവിൻ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി വീശിയത്. കയ്പമംഗലം നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി പോകുന്നതിനിടെ 12:30യോടെയാണ് കയ്പമംഗലത്തും ചന്ദ്രാപിന്നിയിലും കരിങ്കൊടി വീശിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസഹാഖ് ഹുസൈൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ, പഞ്ചായത്ത് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ, അസ്കർ KH എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വല്ലം നിറയെ വൃത്തിയുമായി നവകേരള സദസ്സ്. കയ്പമംഗലം മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ഗൃഹാതുരതയുള്ള കൗതുക കാഴ്ചയായി വല്ലം മാറി. പണ്ടുകാലത്ത് വീട്ടുമുറ്റത്തെ മാലിന്യങ്ങളും മറ്റും സംഭരിച്ചിരുന്ന ഓല കൊണ്ട് മെടഞ്ഞ ഉപകരണമാണ് വല്ലം. പ്ലാസ്റ്റിക്കിന്റെ കടന്നുകയറ്റത്തോടെ മറ്റു നാടൻ വസ്തുക്കളോടൊപ്പം വല്ലവും കാണാമറയത്തായി. നവകേരള സദസ്സിന്റെ ഭാഗമായി മാലിന്യം സംഭരിക്കുന്നതിനായാണ് വല്ലങ്ങൾ തയ്യാറാക്കിയത്. ഗ്രീൻ പ്രോട്ടോക്കോളിന്റെ ഭാഗമായി വല്ലം ഉപയോഗിക്കാൻ ET ടൈസൺ മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി തീരുമാനിക്കുകയായിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച 100 കണക്കിന് വല്ലങ്ങൾ സദസ്സിന്റെ വേദിയായ MES അസ്മാബി കോളേജ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചു. SSLC പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന രഹസ്യ സ്വഭാവമുള്ള യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. കയ്പമംഗലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രഹസ്യ സ്വഭാവമുള്ള യോഗത്തിലെ ചർച്ചകൾ ചോർത്തി നൽകിയ നടപടി ന്യായീകരിക്കാനാകില്ല. പരീക്ഷകളുടെ ഉത്തരസൂചിക വരെ ചർച്ച ചെയ്ത യോഗത്തിൽ ഇത്തരം പ്രവൃത്തിയുണ്ടായത് വിശദമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടവേള.